ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിനും പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നോർവേക്കെതിരെയുള്ള മത്സരത്തിലെ തോൽവി അത് ബ്രസീൽ ചോദിച്ചു വാങ്ങിയതാണ് എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ആഞ്ചലോട്ടിയുടെ ഡിഫൻസീവ് ഗെയിം കളിക്കാനുള്ള ആ തന്ത്രം അത് അമ്പേ പരാജയപ്പെട്ടു പോയി എന്നാണ് പലരും ആരോപിക്കുന്നത്. ഏതായാലും ബ്രസീലിയൻ ടീമുമായി ബന്ധപ്പെട്ട ഒരു വലിയ ലേഖനം എസ്റ്റഡാവോ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ടീമിനകത്തും സ്റ്റാഫിനകത്തും വലിയ അഴിച്ചുപണികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടെക്നിക്കൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കും. കാർലോ ആഞ്ചലോട്ടിയുടെ മകനായ ഡേവിഡ് ആഞ്ചലോട്ടി അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പരിശീലകനായിരുന്നു. അദ്ദേഹം ബ്രസീൽ ടീം വിട്ടേക്കും. അദ്ദേഹം ലില്ലിയുടെ പരിശീലകനാവാൻ പോവുകയാണ്. ആഞ്ചലോട്ടിയെ ഇനി അസിസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് പരിശീലകനായ ടഫറേലിനും തൻ്റെ സ്ഥാനം നഷ്ടമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ഗോൾ കീപ്പർമാരുടെ കാര്യത്തിലൊക്കെ ടഫറേലിന് ഇപ്പോൾ വിമർശനങ്ങൾ ലഭിച്ചിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കണം എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ ടീമിന്റെ ഡയറക്ടറായ റോഡ്രിഗോ കെയ്റ്റാനോക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പുകൾ ഇല്ല. പക്ഷേ അടുത്ത പ്രൊജക്റ്റിന് വേണ്ടി അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു. അതായത് റോഡ്രിഗോ കെയ്റ്റാനോ ബ്രസീലിനകത്ത് തന്നെ തുടരാനാണ്, ആ ഒരു ഡയറക്ടർ സ്ഥാനം തുടരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇനി സീനിയർ താരങ്ങൾക്ക് പലർക്കും ഈ ഒരു സൈക്കിളിൽ സ്ഥാനം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ. കാസമിറോ, മാർക്കിഞ്ഞോസ്, ഡാനിലോ, അലക്സാൻഡ്രോ, നെയ്മർ, ആലിസൺ ഇവരൊന്നും തന്നെ അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവില്ല. പക്ഷേ കുറച്ചു കാലം അവർ ടീമിനോടൊപ്പം ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത വേൾഡ് കപ്പിന് ഇവരൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ അടുത്ത വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കാനാണ് കാർലോ ആഞ്ചലോട്ടിയുടെ പദ്ധതി. യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുക എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. ക്രുസേറോക്ക് വേണ്ടി കളിക്കുന്ന ലെഫ്റ്റ് ബാക്ക് താരമാണ് കൈഗി ബ്രൂണോ. അദ്ദേഹം ബ്രസീലിയൻ ടീമിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. സെന്റർ ബാക്കായ വിറ്റോർ റൈസിനും സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് യുവതാരങ്ങളെ പരിഗണിക്കുന്നുണ്ട്. കൂടാതെ റയാനിൽ ഇപ്പോൾ ബ്രസീലിന് വലിയ പ്രതീക്ഷകളുണ്ട്. കൂടാതെ എൻട്രിക്കിലും പ്രതീക്ഷകളുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിക്കൊണ്ട് ഉണ്ടാകും. അതോടൊപ്പം തന്നെ റയൽ ബെറ്റിസിന് വേണ്ടി കളിക്കുന്ന സെന്റർ ബാക്കാണ് നദാൻ. 25 വയസ്സുള്ള ബ്രസീലിയൻ സെന്റർ ബാക്കാണ് നദാൻ. അദ്ദേഹത്തെ കാർലോ ആഞ്ചലോട്ടി ടീമിലേക്ക് കൊണ്ടുവരും എന്നാണ് റിപ്പോർട്ടുകൾ. ഗലാറ്റസറയ്ക്ക് വേണ്ടി കളിക്കുന്ന മധ്യനിര താരമാണ് ഗബ്രിയേൽ സറ. അദ്ദേഹത്തിനും ഈ സൈക്കിളിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും 2028 കോപ്പ അമേരിക്ക നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ആരംഭിക്കുന്നത്. കൂടുതൽ യുവതാരങ്ങൾക്ക് ബ്രസീലിയൻ ടീമിനകത്ത് അവസരം ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സീനിയർ താരങ്ങളെ ഒറ്റയടിക്ക് ഒഴിവാക്കില്ല, പടിപടിയായിക്കൊണ്ട് അവരെ ഒഴിവാക്കാനാണ് ബ്രസീൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.